ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ജനുവരി 14 ബുധനാഴ്ച ഷട്ടില ഏകാദശിയും മകരസംക്രാന്തിയും ചേർന്ന് വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാണ്. വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസം. ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികൾക്കും ദാനത്തിനും നിങ്ങൾക്ക് വളരെയധികം നന്മ, പുണ്യം, വളരെയധികം സമ്പത്ത്, ഐശ്വര്യം, സുഖം, സമാധാനം ഇതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. പലർക്കും സംശയമുണ്ട്, മകരസംക്രാന്തി 14 ബുധനാഴ്ചയാണോ 15 വ്യാഴാഴ്ചയാണോ എന്നുള്ളത്. സംശയത്തിന്റെ ആവശ്യമില്ല. മകരസംക്രാന്തി 14 ബുധനാഴ്ച തന്നെയാണ് ആചരിക്കേണ്ടത്. 15 വ്യാഴാഴ്ച മകരമാസം ആരംഭിക്കുകയാണ്. മകരം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതിനെയാണല്ലോ നമ്മൾ മകരസംക്രാന്തി എന്ന് പറയണത്. ഈ മഹാപുണ്യകാലം എന്ന് പറയുന്നത് ബുധനാഴ്ച 14 ഉച്ചയ്ക്ക് 3:30 വൈകിട്ട് 5:36 ഇടയിലുള്ള മഹാപുണ്യകാലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 14 ബുധനാഴ്ചയാണ് മകരസംക്രാന്തിയായി ആചരിക്കുക. അന്നത്തെ ദിവസം നിങ്ങൾ മധുര പലഹാരങ്ങള്, എള്ളു ചേർന്നിട്ടുള്ള മധുര പലഹാരങ്ങള് ദാനം നൽകുന്നത്, പ്രത്യേകിച്ച് പശുക്കൾക്ക് എള്ളുണ്ട പോലുള്ള മധുര പലഹാരങ്ങള് നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളെയും കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പഞ്ചസാര, അന്നത്തെ ദിവസം ഉറുമ്പുകൾക്ക് കുറച്ച് പഞ്ചസാര നൽകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പുനർജന്മങ്ങളിൽ പോലും നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന മഹാപുണ്യപ്രവർത്തിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അന്നത്തെ ദിവസം എള്ളെണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സിനെ എല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തില് എള്ളെണ്ണ ഭഗവാന് വിളക്ക് കത്തിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. എള്ള് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എള്ളുണ്ട പോലുള്ള മധുര പലഹാരങ്ങൾ പശുക്കൾക്ക് ദാനം ചെയ്യുക. നിങ്ങൾ എള്ളെണ്ണ തേച്ച് കുളിക്കുക. അന്നത്തെ ദിവസം വ്രതം എടുക്കുക. മിനിമൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് വ്രതം എടുക്കാൻ സാധിക്കുമെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്നതായിരിക്കും.